ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാല് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ ഒരു കിടിലം കിടുക്കാച്ചി ഒരു അടാറ് വീട് വിൽപ്പനയ്ക്ക് നല്ല വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു വീടല്ലേ അത്? എന്താ പറയണ്ട, അല്ല മുതല് വീടാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ പറയാനാണ് വന്നിട്ടുള്ളത്. സ്ഥലം വരുന്ന മൊത്തം 16 സെന്റ് സ്ഥലവും ഒരു 2950 സ്ക്വയർ ഫീറ്റ് പണിത നല്ല അടിപൊളി ഒരു കിടിലം വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്ത് നമ്മളൊപ്പം കൂടിക്കോളിട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെറുപുഴന്ന് പുളിങ്ങോം പോണ റോഡിൽ കന്നിക്കുളം പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൂടുതൽ റോഡിനാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ അല്ലേ. ചെറുപുഴ ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ദൂരം. അത്രേ ഉള്ളൂ, കുറച്ച് ദൂരേ ഉള്ളൂ. 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഏത് വണ്ടി വേണമെങ്കിലും അല്ലേ, എല്ലാ വണ്ടിയും നമ്മളെ പ്ലോട്ടിലോട്ട് ചെല്ലുകയും ചെയ്യും. എല്ലാ റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറിങ് റോഡിനോട് ചാരിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുത്തേ, വീട് എങ്ങനെയൊക്കെയുള്ളതെന്നൊക്കെ. മൊത്തം 16 സെന്റ് സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് ഇതാക്കണേ 2950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു അടാറ് വീടാണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ വരുന്ന ഒരു കിഡ്ലോസ്കി വീട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്റ്റൈലുള്ള ഒരു വീട് അല്ലേ. അതൊരു അത്രയും നല്ല മോഡലല്ലേ വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. നല്ല പുതിയ മോഡലിലാണ് വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസിലാണ് വീടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു ഓപ്പൺ ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടാണ് ആ വീട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു വീടാണ് കേട്ടോ. എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ. ജനലൊക്കെ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ സ്ലൈഡിങ് വിൻഡോസ് ആണ്. അതുപോലെ സ്ലൈഡിങ് ഡോറുകൾ ഉണ്ട്. അകത്തോട്ട് പ്രകാശം കടക്കുന്ന രീതിയിലാണ് അതിന്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുക്കളയൊക്കെ ആണെങ്കിൽ ഏത് പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടുകയല്ല. നല്ല ഓപ്പൺ ആയിട്ടുള്ള അടുക്കള അങ്ങനെ അല്ലെ, നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം വലിയ ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അകത്തേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ കയറി വരുന്നിടത്ത് തന്നെ ഹാളിൽ തന്നെ നല്ലൊരു ഭംഗിയുള്ള രൂപക്കൂട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. എന്താ സ്റ്റൈൽ അറിയാം, ഒരു വേറെ എടുപ്പാണ് കേട്ടോ. സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്. സ്റ്റെയർ കേസ് ഒക്കെ നമുക്ക് ഹാളിൽ തന്നെയാണ്. ഏത് പ്രായക്കാർക്കും കയറി ചെല്ലാൻ സൗകര്യത്തിനുള്ള ജാതി സ്റ്റെയർ കേസ് ആണ് ആ വീടിൻ്റെത്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വെള്ളത്തിന്റെ സൗകര്യം അല്ലെ, ബോർവെല്ലാണ് ഉള്ളത്. വെള്ളമൊക്കെ ഫുൾ ടൈം ഉള്ളതാണ്, വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലാണ്. അപ്പോൾ എല്ലാ വണ്ടികളും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂള് പള്ളി അതൊക്കെ പറയണ്ട. നമുക്ക് പിന്നെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ വരുന്നവർക്ക് മെയിനായിട്ട് പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ സ്കൂള് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ, ഒരു 1-1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറുപുഴയിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നടന്നെത്താനുള്ള ദൂരത്തിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതുപോലെ നവജ്യോതി കോളേജ് ഉണ്ട്. പിന്നെ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിലും അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പെട്രോൾ പമ്പൊക്കെ നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറുപുഴ ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ചെറുപുഴ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് അല്ലേ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ചെറുപുഴ എന്ന് പറഞ്ഞാല്. ചർച്ചൊക്കെ ആണെങ്കിലും നമുക്ക് 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് കോലുവള്ളിയിൽ എത്തിയാൽ അവിടെ ചർച്ചുണ്ട്, ചെറുപുഴയിലും ചർച്ചുണ്ട്. മുസ്ലിം പള്ളി ആണെങ്കിലും കോലുവള്ളിയിൽ മുസ്ലിം പള്ളി ഉണ്ട്, ചെറുപുഴ എത്തിക്കഴിഞ്ഞാൽ അവിടെയും മുസ്ലിം പള്ളി ഉണ്ട്. അപ്പം ആരാധനാലയങ്ങളും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത് അമ്പലവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. ഈ എന്താ പറയുക, ആരാധനാലയത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് അല്ലേ. ഏത് വണ്ടിക്ക് പോവാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പള്ളികളിലൊക്കെ ഇട്ടൊക്കെ എത്തിപ്പെടും. ക്രിസ്ത്യൻ പള്ളിയിലോട്ടോ മുസ്ലിം പള്ളിയിലൊക്കെ ഇട്ടൊക്കെ എത്തിപ്പെടാനുള്ള. ഇനിയിപ്പോ ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് ചെറുപുഴയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇതേപോലെ വീടൊക്കെ എടുത്ത് താമസിക്കണം എന്നൊക്കെ, അതും ടൗണിനോട് ചേർന്ന് തന്നെ അല്ലെ. ചെറുപുഴ ടൗണിലോട്ട് ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ വീടൊക്കെ വെച്ച് എടുത്ത് താമസിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ നല്ല അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന്, ഈ ഒരു പ്ലോട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 95 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനകത്ത് ഓണറുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആരുടെയും സ്ഥലങ്ങൾ ഇതേപോലെ നമ്മളെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്നതും ഇതിൻ്റെ ഓണറുടെ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യുക.
അല്ലേ? അതെ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 98 95 18 18 86 ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൂടുതൽ ഇപ്പം നിങ്ങൾ പുറത്തുനിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷനോ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ പേജ് പേജ് എല്ലാവരും നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മാക്സിമം കൂടുതൽ വേണ്ടത്. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടലൻ വീടിൻ്റെ വിശേഷമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പ്ലോട്ടായിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ, വീണ്ടും കാണാം. ബൈ.